ബിഗ് ബോസ് മലയാളം സീസൺ 7. ഈ സീസൺ തുടങ്ങിയത് മുതൽ എല്ലാവരും അറ്റാക്ക് ചെയ്യുന്ന ഒരാളാണ് ഈ അനിമോള്. വെളിയിലായിക്കോട്ടെ അകത്തായിക്കോട്ടെ. ഈ നിമിഷം വരെയും അതിനൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഒരാളെ മാത്രം പ്രത്യേകം ടാർഗറ്റ് ചെയ്ത് കളിക്കുക. അതും ഒരു പരിധി വിട്ട്, പലരും പരിധി വിട്ട് എന്ന് വെച്ചാൽ ഒരു ലേഡി ആണെന്നുള്ള പരിഗണന ഇല്ലാതെ, ഈ ഗെയിമിൽ ലേഡി എന്നുള്ള പരിഗണനയുടെ ആവശ്യമില്ല, പക്ഷേ ബോഡി ടച്ചിങ് എന്ന് പറയുന്നത് അത് അവർക്ക് അവരുടേതായ പേഴ്സണൽ സ്പേസ് ഉണ്ട്. ആ പേഴ്സണൽ സ്പേസിലേക്ക് കടന്നു ചെല്ലുന്ന രീതിയിൽ വരെ കാര്യങ്ങൾ എത്തിയിട്ട് പോലും അവിടെ പ്രതികരിക്കാൻ ഒരാൾ പോലും ഇല്ല എന്നുള്ളതാണ്. അകത്തുമില്ല, പുറത്തു പിന്നെ കുറച്ചു പേര് പറയുന്നുണ്ടെങ്കിലും കൂടുതൽ പേരും അനുമോളോടുള്ള ദേഷ്യമായിരിക്കാം. ദേഷ്യം കൊണ്ട് അവരാരും എടുത്ത് റിവീൽ ചെയ്ത് കാണിക്കുന്നില്ല. എനിക്കിത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്, ആ പണ്ട് ശൈത്യയുടെ കൂട്ടി നിന്നിട്ട് അനുമോള് പറഞ്ഞ കാര്യമാണ്, എല്ലാം മൊണ്ണകളായി പോയല്ലോ എന്നുള്ളത്. സത്യമായ കാര്യമാണ്. അവിടെ ഒരു ഗ്രൂപ്പിസം ഫോം ചെയ്ത് ആ ഗ്രൂപ്പിന്റെ അണ്ടറിൽ നിന്നുകൊണ്ട് അവരെന്ത് ചെയ്താലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ചു പേര്. പക്ഷെ അവരെല്ലാവരും ഒന്നിക്കുന്നത് ഈ അനുമോൾക്കെതിരെ ഒരു ഇഷ്യൂ വരുമ്പോഴാണ്. എന്നുവെച്ചാൽ അനുമോളെ ആർക്കും എന്തും ചെയ്യാം, ചോദിക്കാനും പറയാനും ആരുമില്ല. ഈ പറയുന്ന ലാലേട്ടൻ പോലും വന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ ഇതൊന്ന് ചൂണ്ടിക്കാണിക്കുകയോ ഇത് തെറ്റാണെന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആര്യൻ ബോഡി ടച്ച് ചെയ്യുന്നുണ്ട്, അതും അനുമോളെ മാത്രം പുറകെ നടന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഡബിൾ മീനിങ് പറയുന്നത്, ബോഡി ടച്ച് ചെയ്യുന്നതെല്ലാം. പക്ഷെ നെവിൻ അതിരുകളെല്ലാം കടന്നു, പേഴ്സണൽ സ്പേസിലേക്കെല്ലാം ഇവൻ വല്ലാതെ കയറി പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നും നമുക്കത് കാണാൻ സാധിച്ചു. ഗെയിം എന്തു ആയിക്കോട്ടെ, നെവിന് എന്താണെന്നുള്ളത് നെവിൻ അവിടെ കോമഡി ആക്കി മാറ്റുന്ന ഒരാളാണല്ലോ. ഇപ്പം വീക്കെൻഡ് എപ്പിസോഡിൽ ഒന്ന് ലാലേട്ടൻ ചോദിച്ചാലും അതൊരു കോമഡി രീതിയിലൊക്കെ ആക്കി മാറ്റി ലാലേട്ടൻ ഒന്ന് ചിരിച്ച് തഴുകി വിടുന്നത് പോലൊക്കെ തോന്നിയിട്ടുണ്ട്. അത് അവന് വളമായിട്ടുണ്ട്. ഏത് ഗെയിം ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ, ഒരു ലേഡിയാണ്, ആ ലേഡിക്ക് പേഴ്സണൽ സ്പേസ് ഉണ്ട്. ആ പേഴ്സണൽ സ്പേസിലേക്ക് കയറി പോകുന്നതിനോട് താല്പര്യമില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഗെയിമിന്റെ പേരും പറഞ്ഞിട്ട് ആർക്കും എന്തും ചെയ്യാമല്ലോ. അവിടെ കുറച്ച് പെണ്ണുങ്ങളെ കൊണ്ടിട്ടിട്ട് വേണമെങ്കിൽ എന്തും കാണിക്കാമല്ലോ. ഗെയിമാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇവിടെ ആണും പെണ്ണും ഒന്നും വ്യത്യാസമൊന്നുമില്ല, ഇവിടെ ഗെയിം ആണെന്ന് പറഞ്ഞ് വേറെ തടിയൂരാം. കാരണം അവിടെ ഗെയിമാണ്, ആണും പെണ്ണും വ്യത്യാസമൊന്നുമില്ല. പക്ഷെ എല്ലാവർക്കും അവരുടേതായ പേഴ്സണൽ സ്പേസ് ഉണ്ട്. എനിക്കിത് പച്ചയ്ക്ക് പറയാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞു നിർത്തുന്നത്. ബാക്കി നിങ്ങൾ ഊഹിച്ചു. എന്തായാലും ഇന്ന് നടന്ന ഒരു ടാസ്ക്, ആ ടാസ്കിൽ സത്യം പറഞ്ഞാൽ ആ ടാസ്ക് തൂക്കിയത് അനുമോളാണെന്ന് ഞാൻ പറയും. എല്ലാവരും പറയും അനുമോൾക്ക് ടാസ്ക് കളിക്കാൻ അറിയത്തില്ല. പലവട്ടം ആര്യനൊക്കെ കളിയാക്കിയിട്ടുണ്ട്, അനുമോള് ഒരു ഗെയിം ഇനി ജയിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ഇന്ന് ഒറ്റയ്ക്ക് നിന്ന് ഒരു ഗെയിം രണ്ടാം സ്ഥാനത്ത് വന്നു. 120 പോയിന്റോളം എടുത്ത് 2ാം സ്ഥാനത്തേക്ക് വന്നു. അനീഷും ഉണ്ടായിരുന്നു കൂടെ. എങ്കിലും ഒറ്റയ്ക്ക് നിന്ന് പൊരുതി ഒരാളുടെയും ഒരു പാവ പോലും അടിച്ചു മാറ്റാതെ സ്വന്തമായിട്ട് കളിച്ച് നേടിയത്, അതിൽ അഭിമാനിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടാസ്ക് തൂക്കിയത് അനുമോളാണ് എന്നുള്ളത്. പാവ ടാസ്ക്, ഏറ്റവും കൂടുതൽ പാവ കിട്ടുന്നവർ ആരാണോ അവർക്ക് പോയിന്റുകൾ കിട്ടും. അപ്പൊ അതിന് ചിലർക്ക് തല കിട്ടും, ചിലർക്ക് കായും കാലും അങ്ങനെയൊക്കെ വ്യത്യാസമൊക്കെ ആയിട്ടാണ് കിട്ടുന്നത്. പിടിച്ചുപറിയിലൊക്കെ തലയൊക്കെ പല സൈഡിൽ പോവും. അങ്ങനെ ചിലർക്കെല്ലാം കിട്ടുന്നതിൽ കൈയും കാലും തലയും ഒന്നും കാണത്തില്ല. പക്ഷെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ കോംപ്രമൈസിലൊക്കെ തലയും വാലൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഗെയിം മുന്നോട്ട് പോയി. അപ്പൊ ഈ ഗെയിമിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ നമ്മളൊരു പ്രൊമോ കണ്ടിരുന്നു. ആ പ്രൊമോയ്ക്കകത്ത് അക്ബർ ആണെങ്കിൽ അനുമോള് കിടന്ന് കരയുന്നു, അക്ബർ അവിടെ സംസാരിക്കുന്നു, ലക്ഷ്മി സംസാരിക്കുന്നു. നന്നായിട്ടൊക്കെ നമ്മളൊരു പ്രൊമോ ഒക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു അതെന്തോ ബോഡി ടച്ചിങ് വിഷയമാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. സത്യത്തിൽ അതൊരു ഗെയിമിന്റെ ഭാഗമാണ്. അതൊരു ബോഡി ടച്ചിങ് ആയിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. അക്ബർ അങ്ങനെ അറിഞ്ഞുകൊണ്ടൊന്നും ബോഡിയിൽ അങ്ങനെ ടച്ച് ചെയ്തിട്ടില്ല. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, ഈ അക്ബർ പോയി ഈ പാവ എടുക്കാൻ നേരത്ത് ഈ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുമല്ലോ. എന്ന് വെച്ചാൽ അനുമോളുടെ അടുത്താണ് ഈ അക്ബർ നിൽക്കുന്നത്. അപ്പൊ ഈ ഭാരം എല്ലാം കൂടെ ഈ അനുമോൾ ആകെ 4 ഇഞ്ചേ ഉള്ളൂ, 6 ഇഞ്ചെങ്ങാണ്ടേ ഉള്ളൂ. അപ്പം തമാശക്ക് പറഞ്ഞതാണ് കേട്ടോ. അപ്പം അനുമോൾക്ക് അത്രയും ഹൈറ്റോ വെയിറ്റോ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. അപ്പൊ അനുമോൾ അതിനിടയിൽ കയറി, നമ്മൾ പറഞ്ഞില്ലേ ബുൾഡോസർ കയറി നമ്മളെ പോലെ, അങ്ങനെ ആയിപ്പോയി. അനുമോള് പെട്ടുപോയി അതിനകത്ത്. എന്ന് വെച്ചാൽ ഈ പാവ എടുക്കാനുള്ള ധൃതിയിൽ ഈ പറഞ്ഞ അക്ബർ ആണെങ്കിലും പാവ എടുക്കാൻ പോയപ്പോഴത്തേക്ക് മേത്ത് ടച്ച് ചെയ്ത് മേത്തല്ലെങ്കിൽ വീഴാൻ പോയി, എന്തോ ആയിക്കോട്ടെ. പക്ഷെ ഈ പറയുന്ന അനുമോൾക്ക് അത് നല്ലതുപോലെ ഫീൽ ചെയ്തു. അതുപോലെ തന്നെ അക്ബർ ഗെയിമിന്റെ ഭാഗമാണ്, അതിന് നമുക്ക് ഫിസിക്കലായെന്ന് പറയാൻ പറ്റത്തില്ല. അക്ബർ ആണെങ്കിൽ കയ്യോ എങ്ങാണ്ട് തട്ടിയിട്ട് മൂക്ക് മുറിഞ്ഞ് ചോരയൊക്കെ വന്നായിരുന്നു. എന്നാലും അനുമോൾ അവിടെ നിന്നുകൊണ്ട് അനുമോൾ പറയുന്നുണ്ട്, ഞാനൊരു പെണ്ണല്ലേ, നിനക്ക് വേണമെങ്കിൽ എന്നെ അല്ലാതെ തന്നെ, എന്നെ ഉപദ്രവിക്കാതെ തന്നെ നിനക്ക് എടുക്കാമായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇത് ഞാനൊരു ഗെയിമിന്റെ സ്പിരിറ്റിൽ ഞാൻ കാണുന്നുള്ളൂ. അപ്പൊ എന്തായാലും അനുമോൾ അവിടെ ഇരുന്ന് കരയുന്നുണ്ട്, എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്, എനിക്ക് നല്ലപോലെ വേദനിച്ചു എന്ന് പറഞ്ഞിട്ട്. അത് കൈ തട്ടുകയോ അതൊന്നും അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല. ഇനി അറിഞ്ഞുകൊണ്ടായിട്ട് ഞാൻ കണ്ടില്ല കേട്ടോ. ഇനി അക്ബറിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നമുക്കറിയത്തില്ല. ഇനി ഗെയിമിന്റെ ഇടയിൽ അറിഞ്ഞുകൊണ്ട് കൊടുത്തതാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ കണ്ടിടത്തോളം അക്ബർ അവിടെ അറിഞ്ഞുകൊണ്ടല്ല അത് ചെയ്തത്.
എന്നിട്ട് അനുമോൾക്ക് തീർച്ചയായിട്ടും അനുമോൾ അവിടുന്ന് കരയുന്നതിൽ കാര്യമുണ്ട്. എന്താന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റത്തില്ല. മൂക്കിൽ നിന്നൊക്കെ ചോര വരുന്നെങ്കിൽ അത്രമാത്രം എഫക്ട് ചെയ്തിട്ടുണ്ട് ഒരു അടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. കൈ തട്ടിയതാണോ എന്തോ ആയിക്കോട്ടെ, ആ ക്യാമറ സ്പേസിൽ നമ്മളെ കാണിച്ചിട്ടില്ല. അപ്പൊ അല്ലെങ്കിൽ പിന്നെ ആ ക്യാമറയൊക്കെ കൃത്യമായിട്ട് ഇവരെന്തോ നടന്നതെന്നുള്ളത് നമ്മളെ കാണിക്കണം, അറിഞ്ഞുകൊണ്ടാവുന്നു ചെയ്യുന്നതെന്നൊക്കെ. അപ്പം എനിക്ക് ഇപ്പോൾ ഈ കണ്ടതിൽ എനിക്ക് അറിഞ്ഞുകൊണ്ട് ചെയ്തതായിട്ട് തോന്നുന്നില്ല. പക്ഷെ നല്ലപോലെ വേദന എടുക്കും. അത് അവിടെ നിൽക്കുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ. ആകെ പോലെ ഇത്രേ ഉള്ളൂ ആള്. പക്ഷെ വേറെ കാര്യമുണ്ട്, അതിനുശേഷം അനുമോൾ കളിച്ച ഗെയിം എന്ന് പറഞ്ഞാൽ അന്യായ ഗെയിമാണ് കേട്ടോ. സമ്മതിച്ചു കൊടുക്കണം. തിരിച്ചു വരവ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കത്തില്ലയോ? അതുപോലെ തന്നെ പാവയൊക്കെ എടുത്തതും എല്ലാം. അതുപോലെ തന്നെ അനീഷ് കേട്ടോ, അനീഷും അതുപോലെ നല്ല കളിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നെവിൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. ഇതുപോലെ അഹങ്കാരം പിടിച്ച ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ല ഒരു സീസണിലും. നമ്മൾ പല സീസണുകൾ കണ്ടിട്ടുണ്ട്, ഇതുപോലെ അഹങ്കാരം നിറഞ്ഞ ഒരുത്തനെ കണ്ടിട്ടില്ല. പക്ഷെ എന്തിനാണ് ബിഗ് ബോസ് എല്ലാത്തിനും കുറപിടിച്ച് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇവനെ തലയോട് ഞാൻ പറഞ്ഞിട്ട് വീക്കെൻഡ് എപ്പിസോഡിലൊക്കെ വരുമ്പോഴത്തേക്ക് ഇവൻ ചെയ്യുന്ന കോമാളിത്തരം എല്ലാം കണ്ടിട്ട് ലാലേട്ടനും ചിരിച്ചിട്ട് അങ്ങ് പോകുന്നതൊക്കെയാണ് കണ്ടേക്കുന്നത്. അത് അവന് വളമായെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇവൻ എന്തോ ഒരു സംഭവമാണ്. ഇവൻ നല്ല ആളുകളെ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല. നോർമലായിട്ട് അവിടെ വേറെ എന്നൊരു വിഷയമല്ല. ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിലേക്ക് പോകുന്നു, ഓക്കെ, എനിക്കിപ്പോ കപ്പൊന്നും വേണമെന്നില്ല, എനിക്ക് അവിടെ നിന്ന് പോയാൽ മതി എന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, ഇത്ര 70 ദിവസമൊക്കെ ആയ സ്ഥിതിക്ക് ഇവൻ ചെയ്യുന്ന പരിപാടിക്ക് ചിലപ്പം ഇവ നല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല അവിടെ ഉള്ളവന്മാരെല്ലാം മൊണ്ണകളാണല്ലോ. കാരണം അവിടെ അനുമോൾക്കെതിരെ ഈ നെവിൻ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അവിടെ എല്ലാവരും നോക്കി ഇന്ന് ചിരിക്കുകയേ ചെയ്യത്തുള്ളൂ. ആരും അങ്ങനെ പ്രതികരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, നല്ല ആണുങ്ങളെ ഇവൻ കണ്ടിട്ടില്ല. ബിഗ് ബോസിനകത്ത് നല്ല ആണുങ്ങളെ ഇവൻ കണ്ടിട്ടില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. എന്ന് വെച്ചാൽ അവിടെ ഉള്ളവന്മാരെല്ലാം ചണ്ണന്മാരായി പോയെന്ന് തന്നെ, അതാണ് സത്യം. എന്നുവെച്ചാൽ ഒരു പെണ്ണിനെ, ഒരു ലേഡിക്കെതിരെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ലേഡിയെ മാത്രം ഇവൻ കോർണർ ചെയ്ത്, ഇവൻ പല പ്രാവശ്യവും ഈ അനുമോളെ കോർണർ ചെയ്തുകൊണ്ട് അനാവശ്യമായ വാക്കുകൾ പറയുകയും അനുമോളെ അടിക്കാൻ പോകുന്നത് പോലെ പോവുകയും അതുപോലെ തന്നെ അനുമോളുടെ പേഴ്സണൽ സ്പേസിലേക്ക് കടന്നു ചെല്ലുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെ ഉള്ളവരെല്ലാം ഇത് കാണുന്നുണ്ട്. സത്യത്തിൽ അവിടെ പ്രതികരിക്കുന്നത് ലക്ഷ്മി മാത്രമേ ഉള്ളൂ. ചില സമയങ്ങളിൽ ലക്ഷ്മി പ്രതികരിക്കാറുണ്ട് എന്നുള്ളതല്ലാതെ ഈ ഷണ്ണന്മാരൊന്നും പ്രതികരിക്കാറില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നല്ല ഒരുത്തൻ അതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇതൊരു വിഷയമല്ല. റോക്കിയെ പോലൊക്കെ ഒരാൾ അവിടെ അകത്ത് ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിതൊരു വിഷയമേ അല്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇവന്റെ കാര്യത്തിൽ തീരുമാനമാക്കിയിട്ടേ വരത്തുള്ളായിരുന്നു. എനിക്കത് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. ഇവൻ ആരാണെന്നോ ഇവന്റെ വിചാരം? ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുക. ഇവനാണെങ്കിൽ ഇങ്ങനെ ആഷ്പുഷ് കാണിച്ച് ഏതെങ്കിലും കമ്മ്യൂണിറ്റി എന്തെങ്കിലും ആയിക്കോട്ടെ, അത് നമുക്ക് വിഷയമുള്ള കാര്യമല്ല. ആഷ്പുഷ് ഒക്കെ കാണിച്ച് ഇവന്റെ തമാശ ഒക്കെ കാണിച്ച് നിൽക്കുമ്പോൾ അവനടുത്ത് മയങ്ങിപ്പോകുന്ന ആൾക്കാരെയൊക്കെ അവൻ കണ്ടിരിക്കാം. പക്ഷെ നല്ല പണ്ടുള്ളവർ പറഞ്ഞ പോലെ നല്ല ഹോട്ടലിൽ കയറി ചോറിനുമ്പോളെ അതിന്റെ സുഖം അറിയത്തുള്ളൂ എന്ന് പറയും. നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ സുഖം അറിയത്തുള്ളൂ എന്ന് പറയും. അത് തന്നെയാണ് സത്യം. എന്നുവെച്ചാൽ അവിടെ ഉള്ളത് ഈ അക്ബർ ആണെങ്കിലും ആര്യൻ ആണെങ്കിലും ഈ പറയുന്ന ക്യാപ്റ്റനായ സാബുമാൻ ആണെങ്കിലും ഇവരാരും, അനീഷ് ഇവന് ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അനീഷ് പ്രതികരിക്കുന്നുണ്ട്. ഈ അനുമോളുടെ ഇവൻ പോകുമ്പോഴൊക്കെ ചില സമയങ്ങളിൽ അനീഷ് പ്രതികരിക്കാറുണ്ട്. അതുപോലെ ഷാനവാസ് ഇപ്പൊ ഒരുപാട് പ്രതികരിക്കാത്തത് കഴിഞ്ഞ ആഴ്ചയിൽ വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് ലാലേട്ടൻ വായി മൂടി കിട്ടിയത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഷാനവാസ് ആണെങ്കിലും പ്രതികരിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഷാനവാസ് ആട്ടം കണ്ടുകൊണ്ട് നിൽക്കുക, അതാണ് നല്ലത്. എന്തിനാ പോയി ചുമ്മാ വീക്കെൻഡ് എപ്പിസോഡിൽ പോയിട്ട് വായിരിക്കുന്നതൊക്കെ കേൾക്കുന്നത്? പുള്ളിക്കാണെങ്കിൽ ഒരു നിലപാടും ഇല്ലാതെ വന്ന് അവിടെ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഈ നെവിൻ, നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? നെവിൻ ആണെങ്കിൽ അവിടെ അനുമോളുടെ പേഴ്സണൽ സ്പേസിലേക്ക് ഒരുപാട് കടന്നു ചെല്ലുന്നുണ്ട്. അതുപോലെ തന്നെ ആര്യനും. ഇപ്പൊ ആര്യൻ 1-2 ദിവസമായിട്ട് കുറച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ആര്യനും മുമ്പ് അങ്ങനെയായിരുന്നു. ഇപ്പോൾ നെവിൻ ഒരുപാട് ഓവറായിട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നി. അതുപോലെ തന്നെ ടാസ്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ആര്യനാണ്. അതിനുശേഷം ഇപ്പൊ അനുമോള്, അനീഷ് അങ്ങനെയാണ് പോകുന്നത്. ഇതിനിടയ്ക്ക് അക്ബറിന്റെ പാവ അടിച്ചു മാറ്റി എന്ന് പറഞ്ഞൊരു കേസ് കേട്ടുണ്ടായിരുന്നു. അതെനിക്ക് സന്തോഷമായി. എന്ന് വെച്ചാൽ അക്ബർ ഇപ്പൊ ഇരുന്ന് കരയുന്ന പ്രൊമോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാം കണ്ടു കാണും. ഏഷ്യാനെറ്റ് എടുത്തിട്ട് കാണിക്കുന്ന അക്ബർ പാവ പോയത് കാരണം ഇരുന്ന് കരയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അക്ബറിന് കരയാനൊക്കെ അറിയാം, വിഷമം ഉണ്ടാകും ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ. ഇതൊക്കെ തന്നെ അല്ലയോ അക്ബർ ആണെങ്കിൽ ഡേ 1 മുതൽ ഇത്രയും ദിവസമായിട്ട് അവിടെ ഗെയിം കളിക്കാൻ വന്ന ഒരു പെണ്ണിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്പെഷ്യലായിട്ട് ടാർഗറ്റ് ചെയ്യുന്നു, അതിനെ മാനസികമായി ഉപദ്രവിക്കുന്നു, മാനസികമായി അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരെ ഇളക്കി വിടുന്നു, എന്നിട്ട് അത് കണ്ടിട്ട് ചിരിക്കുന്നു, ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം എത്രമാത്രം വിഷമം അവിടെയുള്ള ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കുണ്ടായി കാണും. അതിന്റെ ഒരു ചെറിയ ശതമാനമല്ലേ ഇന്ന് അക്ബറിന് കിട്ടിയുള്ളൂ. അതാണ് ഈ കർമ്മ എന്ന് പറയുന്നത്. അവിടുന്ന് കരയുന്നത് കണ്ടല്ലോ, അത് സന്തോഷമായിരുന്നു. എനിക്ക് സന്തോഷമായി. അതെനിക്ക് വളരെ വളരെ സന്തോഷമായി. എന്ന് വെച്ചാൽ ഒരു മനുഷ്യന് ഫീലിങ്സ് ഉണ്ട്, വിഷമം ഉണ്ടാകും എന്നൊക്കെ മനസ്സിലാക്കണം. എന്നിട്ടും അക്ബർ മനസ്സിലാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു നാടകമായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കൂട്ടാം ഈ കരച്ചിലിനെ. സാർഗോ വേണമെങ്കിൽ നേരത്തെ പറഞ്ഞു കാണും, നീ ഒന്ന് കരഞ്ഞേരെ, നിനക്ക് ഇപ്പൊ വോട്ട് കുറവാണ്, എന്തായാലും നിന്റെ കാര്യത്തിലും തീരുമാനം ആകാതിരിക്കുക, അതുകൊണ്ട് നീ ഒന്ന് കരഞ്ഞു നോക്കുക, ചിലപ്പോൾ രക്ഷപ്പെട്ടാലോ ഒന്നും ഹിന്റ് വല്ലതും കൊടുത്തോന്ന് അറിയത്തില്ല കേട്ടോ. ഇതിന്റെ ഇടയിൽ കൂടെ എന്തെങ്കിലും കളി നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞതാ, ഒരു പറച്ചിലങ്ങ് പറഞ്ഞതാ. എന്തായാലും നമ്മൾ അറിഞ്ഞിടത്തോളം അക്ബറിന് ആവശ്യം തന്നെയായിരുന്നു, ആദിലയായിരുന്നു അത് അടിച്ചു മാറ്റിയത്.
സാബുമാന്റെ പാവ അടിച്ചു മാറ്റിയത് ഈ പറയുന്ന നെവിനാണ്. എന്നിട്ട് നെവിൻ അവിടെ നിന്ന് കളിക്കുന്ന ഡ്രാമ, നെവിൻ പറയുന്നത് ആരാണ് ഇതെടുത്തത്, എന്ത് ചെറ്റത്തരമാണ് കാണിച്ചത്, ഗെയിം കളിച്ച് ജയിക്കരുത് എന്നൊക്കെ പറയുന്ന നെവിൻ ഈ സാബുമാന്റെ പാവ അടിച്ചു മാറ്റി. എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് നാടകം കളിക്കുന്നു. ഈ പറയുന്ന അനുമോളുടെ അവിടുന്ന് ബ്ലഡ് ഒക്കെ വന്നു, ഇതൊക്കെ കണ്ടു. എന്നിട്ട് അക്ബർ അവിടെ കിടന്ന് ഭയങ്കര ന്യായമൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. ഇത് ഗെയിമാണ്, ഗെയിമിന്റെ സ്പിരിറ്റിൽ കാണണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ ഗെയിം സ്പിരിറ്റിൽ തന്നെ ആദിലെടുത്തുള്ളതെന്നാണ് ഞാൻ പറയുന്നത്. അതിലെ പലരും വീഡിയോ ചെയ്യുന്ന കണ്ടു, ആദിലെ ചതിച്ചു, ആദിലെ കള്ളി എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഗെയിം അങ്ങനെയാണ്, ഒരാളുടെ കയ്യിൽ നിന്ന് ഒരാൾക്ക് അടിച്ചു മാറ്റാം. പക്ഷെ ആ അടിച്ചു മാറ്റുന്നതിൽ ഒരു ലോജിക് ഉണ്ടെന്നാണ് പറഞ്ഞത്. അല്ലാതെ അവരുടെ കാലിന്റെ അകത്തോട്ട് പോയി കൈയിട്ടെടുക്കുക, ഒരു പെണ്ണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഇവിടെ ഷർട്ടിന്റെ അകത്താണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ബോഡിയുടെ അകത്താണെങ്കിൽ ആ ബോഡിയിൽ അകത്തുനിന്ന് എടുക്കണം എന്നൊന്നുമല്ല. അവര് വെളിയിലൊക്കെ വെക്കുമ്പോൾ എടുത്തുകൊണ്ട് പോകാം. അതാണ് എല്ലാ ഗെയിമിനും അതിന്റെ എത്തിക്സും ലോജിക്കും ഒക്കെ ഉണ്ട്. പറഞ്ഞു വരുമ്പോൾ ബിഗ് ബോസ് ഹൗസ് ആണെന്ന് പറഞ്ഞ് എന്ത് തണ്ടിത്തരവും കാണിച്ചാൽ, എന്ത് പരിപാടി കാണിച്ചാലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവാം. പക്ഷെ എന്നെ കിട്ടത്തില്ല, എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാൽ അനുമോളോട് ഇന്ന് നെവിൻ ആ പാവ അടിച്ചു മാറ്റിയത് ഇതെല്ലാം ആ ഒരു ബോഡി, ഒരു പേഴ്സണൽ സ്പേസിലേക്ക് കയറിയാണ് ഇതെല്ലാം ചെയ്തതായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഗെയിമിനെ ഗെയിമായിട്ട് കാണുക, ശരിയാണ്, ഗെയിമിനെ ഗെയിമായിട്ട് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാളുടെ പേഴ്സണൽ സ്പേസിലേക്ക് വെച്ചിരിക്കുന്ന സാധനങ്ങൾ അവിടെ നിന്നൊക്കെ എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ഓവറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും അക്ബറിന്റെ കാര്യത്തിൽ എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. അക്ബറിന് ശരിക്ക് തന്നെ കിട്ടി. ഒരു വട്ടമല്ലേ കരഞ്ഞുള്ളൂ, ഇപ്പോൾ നല്ല ശരിക്കും എഫക്ട് ചെയ്തിട്ടുണ്ടല്ലേ മനസ്സിനകത്തോട്ട് അക്ബറിന്. എന്ന് വെച്ചാൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഗെയിം കളിച്ചിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചതെല്ലാം ആരും അടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞപ്പോ ആ ഒരു വിഷമം ഉണ്ടായ, കണ്ണിൽ കൂടെ വെള്ളമൊക്കെ വന്നപ്പം റിയൽ ആണെങ്കിൽ അക്ബർ ഇനി ആലോചിക്കേണ്ട കാര്യം ഇത് തന്നെയാണ് നമ്മൾ മറ്റൊരാളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ മനസ്സിനെ നമ്മൾ എത്രമാത്രം വേദനിപ്പിക്കുന്നു എന്ന് ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ മനസ്സിലാകും. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടത് വൈകുന്നേരത്തെ കാര്യമാണ്. അതാണ് ഞാൻ പ്രത്യേകം നെവിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. നെവിനെ നിങ്ങൾ കണ്ടു കാണും, ഒരു ഫുഡിന്റെ വിഷയത്തിൽ രാത്രി ഒരു ഫുഡിന്റെ വിഷയം ഉണ്ടാകുന്നുണ്ട്. അത് എപ്പിസോഡ് കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, അവിടെ അനുമോളാണെങ്കിൽ എന്തോ മുട്ട എങ്ങാണ്ട് ഉണ്ടാക്കാൻ പോകുന്നു. ആ സമയത്ത് ആര്യനും അക്ബറും അവിടെ വരുന്നു, അവർക്ക് ഫുഡ് കഴിക്കണം എന്ന് പറയുന്നു. കടലമാവെടുത്ത് ഉണ്ടാക്കിക്കോളാൻ ക്യാപ്റ്റനോട് ചോദിക്കുന്നു. ക്യാപ്റ്റൻ അവിടെ നിന്നുകൊണ്ട് കാണുന്നുണ്ട്. ക്യാപ്റ്റൻ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, അത് എടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. എന്നിട്ട് കടലമാവെടുത്ത് ദോശ ഉണ്ടാക്കുന്നു. ആ സമയത്ത് ആദിലെ നൂറയും അപ്പുറത്തിരുന്നുണ്ട്, ഇതെല്ലാം കാണുന്നുണ്ട്. എന്നിട്ട് അവർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇതിനു മുമ്പ് നൂറയോട് ഈ അനുമോള് പറഞ്ഞിരുന്നു ഇന്ന സാധനം എടുക്കരുത്, ഇന്ന സാധനം എടുക്കരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ടായിരിക്കാം. പക്ഷെ അവിടെ അനുമോള് ഇവർക്ക് വേണ്ടി കൂടെയാണ് ആ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് അങ്ങോട്ട് പോകുന്നത്. പക്ഷെ അവരിത് അറിയുന്നില്ല. അതിനുമ്പ് തന്നെ നൂറ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പൊ നൂറയുടെ ഒരു പ്രവൃത്തി കണ്ടിട്ട് എനിക്ക് മനസ്സിലാകുന്നത്, നൂറ ഇപ്പൊ എലിമിനേഷനിലോട്ട് വന്നിട്ടുണ്ടല്ലോ, അപ്പം ഞാൻ ഒറ്റയ്ക്ക് കളിക്കുന്നില്ല, അല്ലെങ്കിൽ നൂറ സൈലന്റ് ആയി പോയെന്ന് ലാലേട്ടൻ പറഞ്ഞപ്പോഴത്തേക്ക് ആർക്കെങ്കിലും എതിരെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തുടങ്ങാന്ന് പറഞ്ഞ ഒരു പൊട്ടിപ്പോയ പട്ടം പോലെയാണ്. ഇപ്പൊ അനുമോളൊന്നുമില്ല, അക്ബർ എന്നില്ല, ആർക്കെതിരെ എന്തും പറയാന്നുള്ള രീതിയിൽ അങ്ങ് പറഞ്ഞു തുടങ്ങുന്നതായിട്ട് എനിക്ക് തോന്നി. അതിനെ ആദില സപ്പോർട്ട്, ഇവർ രണ്ടുപേരും ഒന്നിച്ച്, ഇവർക്ക് രണ്ടുപേർക്കും ഒരാൾ പോകുമ്പോൾ എന്നുള്ളൊരു പേടിയുണ്ടല്ലോ, ആ പേടിയിൽ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും അനുമോളെ പിന്നിൽ നിന്ന് കുത്തുന്നുണ്ട് രണ്ടുപേരും. അത് അനുമോൾക്ക് ഇതുവരെ ശരിക്കും മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വെളിയിൽ നിന്ന് കാണുന്ന നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോഴും ഇതിനകത്തൊരു അപകടം എന്താന്ന് വെച്ചാൽ, ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് വെളിയിൽ നിന്ന് വോട്ട് ചെയ്യുന്നവർ എന്ത് ചെയ്യും, പലർക്കും പല ഇതാണല്ലോ, അവരെന്ത് ചെയ്യും, നൂറ് ഔട്ടാകാൻ വേണ്ടിയിട്ട് മറ്റൊരാൾക്ക് വോട്ട് കുത്താൻ ചാൻസ് കൂടുതലുണ്ട്. ഒരു കാരണവശാലും മണ്ടത്തരം കാണിക്കരുത്. ബീബി അതൊക്കെ ഇട്ട് തരും, നെഗറ്റീവ് ആക്കി തരും. ഇപ്പൊ പലർക്കും നൂറെ ഇഷ്ടപ്പെടത്തില്ല എന്ന് വെച്ചാൽ അനുമോളെ പുറകിൽ നിന്ന് കുത്തുന്നു. വെച്ചാൽ അനുമോൾ ഇപ്പം ഈ പ്രാവശ്യം എലിമിനേഷനിൽ വന്നിട്ടില്ല, എവിക്ഷനിൽ വന്നിട്ടില്ല. അതുപോലെ തന്നെ അനീഷിന്റെ ആൾക്കാർ എവിക്ഷനിൽ വന്നിട്ടില്ല, അനീഷും എവിക്ഷനിൽ വന്നിട്ടില്ല. അങ്ങനെ എവിക്ഷനിൽ വരാത്തവരുടെ വോട്ട് ബേസ് ഭയങ്കരമാണ്. അവര് വിചാരിച്ചാൽ ചിലപ്പോൾ ഒരാളൊക്കെ നമ്മൾ നോർമലി പറഞ്ഞാൽ ഒരാളൊക്കെ ഔട്ടാവാം, ഈസി ആയിട്ട് ഔട്ടാക്കാൻ പറ്റും. പക്ഷെ അവിടെ നൂറയെ ഔട്ടാക്കാൻ, നിങ്ങൾ ഒരിക്കലും നൂറയെ ഔട്ടാക്കാൻ ശ്രമിക്കാതിരിക്കാന്നേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പം വോട്ട് ചെയ്യുന്നവർ ചിന്തിച്ചും കണ്ടും ഒക്കെ വോട്ട് ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അതിനുശേഷം നെവിൻ അവിടെ കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാനിപ്പോ അനുമോളെ ന്യായീകരിക്കൊന്നുമല്ല, എല്ലാവർക്കും ഉള്ള റേഷനാണ്. അതിനകത്തു നിന്നൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു ഇത് തോന്നും, ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞതല്ലേ, എന്നിട്ട് ഇവരിങ്ങനെ ചെയ്യുന്നല്ലോ എന്നൊക്കെ ഉള്ളൊരു വിഷമം തോന്നും. പക്ഷേ ഞാൻ പറഞ്ഞത് അവിടെ അതിനുശേഷം നെവിൻ ചെയ്ത പ്രവൃത്തികളാണ്. നെവിൻ കയറി പിടിക്കാൻ പോകുന്നുണ്ട്, അനുമോളെ കയറി പിടിക്കാൻ പോകുന്നു, അനുമോളെ ബോഡി ടച്ച് ചെയ്യാൻ പോകുന്നു. എനിക്ക് തോന്നുന്നു ബോഡി ടച്ച് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ടച്ച് ചെയ്യുന്ന വരെ എനിക്ക് തോന്നി ചില സമയത്ത്. അതുപോലെ തന്നെ അനുമോളെ വട്ടം ചുറ്റി നിൽക്കുന്നു. ഒരു പെണ്ണിനെ എത്രമാത്രം ഉപദ്രവിക്കാമോ അത്രമാത്രം ഇവന് ഉപദ്രവിച്ചിട്ടുണ്ട്. ഇത്രയും ദിവസത്തിനിടയിൽ ഇവൻ അതുപോലെ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവന് നല്ല പേഴ്സണലായിട്ട് ഇവൻ ഭയങ്കരമായിട്ട് ഇവൻ മനസ്സിൽ എടുത്തു വെച്ചിട്ട് പെരുമാറുന്ന ഒരാളായിട്ട്
എനിക്ക് തോന്നിയിട്ടുണ്ട് പല കാര്യങ്ങളും. അത് പ്രത്യേകിച്ച് അനുമോളോട് പ്രത്യേകതരം ദേഷ്യം സൂക്ഷിക്കുകയും അത് അതിര് കടക്കുകയും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ അനുമോളുടെ കാശ് കൊടുത്ത് അനുമോള് വാങ്ങിച്ച എനിക്കൊന്ന് മേക്കപ്പ് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അതൊക്കെ എടുത്തുകൊണ്ട് ഞാനിപ്പം വെളിയിലെറിയും എന്ന് പറഞ്ഞുകൊണ്ട് പോയി അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനവിടെ കാണുമെന്ന് നമുക്ക് അറിയത്തില്ല. അവനത് എറിയാൻ പോകുമ്പോൾ അവിടെ ഒറ്റ ഒരുത്തം പറഞ്ഞില്ല. അവൻ വായിൽ അണ്ണാക്കി നാക്കുള്ള ഒറ്റ ഒരുത്തം പോലും മിണ്ടിയില്ല. അതൊക്കെ ചെയ്യരുത്, അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞില്ല. അല്ലെങ്കിൽ അനുമോളോട് ഇവൻ ഫുഡ് 2 പ്രാവശ്യം അനുമോളുടെ കയ്യിൽ നിന്ന് ഫുഡ് താഴെ പോയി അവിടെ. എന്നിട്ട് അനുമോൾ അത് എടുത്ത് വെച്ചിരുന്ന് കഴിക്കുമായിരുന്നു. അനുമോൾ ഒറ്റയ്ക്ക് തന്നെ പിന്നെ അതങ്ങ് കഴിച്ചു. ഇവർക്ക് കൊണ്ടുവന്ന അതിലേക്ക് നൂറിക്ക് കൊണ്ടുവന്നതാണ്. എന്നിട്ട് അത് ഒറ്റയ്ക്ക് തന്നെ അങ്ങ് കഴിച്ചു. ഇവന് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവന് ഫുഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ദിലീപിന്റെ ഒരു സിനിമ ഉണ്ടല്ലോ, ഫുഡ് എന്ന് പറഞ്ഞ് നടക്കുന്നത്. എനിക്ക് അതൊക്കെയാണ് ഓർമ്മ വന്നത് ഇവന്റെ ഈ ചേഷ്ടകളൊക്കെ കണ്ടപ്പോൾ. എന്നിട്ട് ഇവൻ അവിടെ പേഴ്സണലായിട്ട് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു. അതുപോലെ അനുമോളും അവന്റെ സാധനങ്ങളൊക്കെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വഴക്കായിരുന്നു. പക്ഷെ കുറച്ച് ഓവർ ഈ പറയുന്ന നെവിനായിരുന്നു. കുറച്ചെന്നല്ല, ഒരുപാട് ഓവറായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇവൻ അഹങ്കാരത്തിന്റെ പീക്ക് ലെവലെല്ലാം കടന്ന് ഇവൻ അങ്ങ് മേളിലേക്ക് അങ്ങ് പോയി കഴിഞ്ഞു. ആരും ഇവനോട് ചോദിക്കാനില്ല. ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ലാലേട്ടൻ പറഞ്ഞാലും ആര് പറഞ്ഞാലും ബിഗ് ബോസ് പറഞ്ഞാലും എനിക്കൊന്നും ഇല്ല എന്നുള്ള രീതി നടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്കൊന്ന് ബിഗ് ബോസ് ഹൗസ് മൊത്തം ഇനി ഇവന്റെ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. ബിഗ് ബോസ് ഇനി എന്തെങ്കിലും ഇവന് പ്രത്യേക കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പൊ വന്ന് എന്തായാലും ഇവിടുത്തെ എവിക്ഷൻ എല്ലാവരും നോക്കിയിരിക്കുന്ന എവിക്ഷൻ ആണ്. ഇതിൽ ഏറ്റവും കുറവ് വോട്ട് ഞാൻ അറിഞ്ഞിടത്തോളം അക്ബറിനും ഈ പറഞ്ഞ നെവിനുമാണ്. നെവിനേക്കാൾ വോട്ട് കുറവ് അക്ബറിനാണെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഇനി മുന്നോട്ട് എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും ഡബിൾ എവിക്ഷൻ നടക്കുവാണെങ്കിൽ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത 2 പേര് പോവും. സിംഗിൾ എവിക്ഷൻ ആണെങ്കിൽ ഇവരിൽ ഒരാൾ പോകാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കൂടുതലും എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. ഇപ്പോഴത്തെ വോട്ടിങ്ങിന്റെ പാറ്റേൺ ഒക്കെ നോക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഏതായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.